പണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പത്മനാഭപുരത്തേക്ക് പോകുന്ന വഴിക്ക് കുറേയിടം മനുഷ്യവാസമില്ലാതെ വെറും കാടായി കിടന്നിരുന്നു. എങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് കിഴക്കോട്ട് പോകാനും കിഴക്കുള്ളവർക്ക് തിരുവനന്തപുരത്ത് മറ്റും വരാനും വേറെ വഴിയില്ലാതിരുന്നതിനാൽ ജനങ്ങൾ അക്കാലത്ത് സാധാരണമായി സഞ്ചരിച്ചിരുന്നത് ആ കാട്ടുവഴിയെ തന്നെയായിരുന്നു. ആ കാട്ടിൽ ഒരിക്കൽ ഒരു യക്ഷി വന്നുകൂടി. ആ യക്ഷി പകൽ സമയത്തും സർവാംഗ സുന്ദരിയായി നിൽക്കും. ആ വഴിയെ പോകുന്നവരോട് ആദ്യം തന്നെ മുറുക്കാൻ ചുണ്ണാമ്പു തരാമോ എന്ന് സസ്മിതം ചോദിക്കും. ചുണ്ണാമ്പ് കൊടുത്തു കഴിയുമ്പോൾ നർമ്മസല്ലാപം തുടരും. അവളുടെ വാക്കു കേട്ടാൽ മയങ്ങിപ്പോകാത്തവരാരുമില്ലായിരുന്നു. അതിനാൽ അവൾ പറഞ്ഞു മയക്കി ഓരോരുത്തരെയും കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. കാട്ടിൽ ചെന്നാലുടനെ പിടിച്ചു കടിച്ചു കയറി ചോര കുടിക്കുകയും നഖവും ശിഖയും അല്ലാത്തതെല്ലാം ഭക്ഷിക്കുകയും ചെയ്യും. ഇതായിരുന്നു അവളുടെ പതിവ്. ഇങ്ങനെ അവൾ അനേകം ആളുകളെ ഭക്ഷിച്ചു. ഇതറിഞ്ഞ് ജനങ്ങൾ അതിനെ നടക്കാതെയായി. അപ്പോൾ ആ യക്ഷി രാത്രികാലങ്ങളിൽ കടയിടയിൽ കടന്നും മനുഷ്യരെ പിടിച്ചു ഭക്ഷിച്ചു തുടങ്ങി. അതിനാൽ ജനങ്ങൾ ഏതുവിധവും ഈ യക്ഷിയെ ഇവിടെ നിന്ന് ഒഴിച്ചുവിടണമെന്ന് വിചാരിച്ച് അനേകം മന്ത്രവാദികളെ വരുത്തി പല വിദ്യകൾ ചെയ്യിച്ചു. അതൊന്നും യാതൊരു ഫലവും ഉണ്ടായില്ല. ഒടുക്കം ചില കടമറ്റത്ത് ചെന്ന് കത്തനാരെ കണ്ട വിവരം പറഞ്ഞ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി. കത്തനാർ ആ സ്ഥലത്ത് ചെന്നപ്പോഴും യക്ഷി മേൽപ്പറഞ്ഞ വേഷത്തിൽ വഴിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അടുത്തു ചെന്നപ്പോൾ യക്ഷി പതിവ് പോലെ പുഞ്ചിരി ഇട്ടുകൊണ്ട് ഒന്ന് മുറുക്കാൻ ചുണ്ണാമ്പ് തരാമോ എന്ന് ചോദിച്ചു. അത് കേട്ട് കത്തനാർ സന്തോഷത്തോടു കൂടി തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചുണ്ണാമ്പെടുത്ത് ഒരു ഇരുമ്പ് അണിമേൽ വെച്ച് നീട്ടിക്കൊടുത്തു. അത് മേടിക്കാൻ യക്ഷി സ്വല്പം മടിച്ചു എങ്കിലും മേടിച്ചു. അതോടുകൂടി യക്ഷി കത്തനാരുടെ ബന്ധനത്തിൽ അകപ്പെടുകയും അവൾക്ക് ഒന്നിനും ശക്തിയില്ലാതായി തീരുകയും ചെയ്തു.